ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു സ്പെഷ്യലായ ചക്കക്കുരു കോയക്കും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. നാട്ടിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്, ലോങ് വീഡിയോ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ക്ഷീണം പിടിച്ചു, യാത്രയൊക്കെ ചെയ്തിട്ട് ഒരു മൂഡില്ല വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ചക്കക്കുരു ഒക്കെ കാണുമ്പോൾ ഈ കറി വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും, ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ വെച്ചു നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ചക്കക്കുരു പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്കക്കുരു ഒലിഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കോയക്ക ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കഴുകിയിട്ടെടുത്താലും മതി. ഞാൻ ആ വെള്ളത്തിൽ അങ്ങ് ഇട്ടു, കഴുകിയിട്ടില്ല എന്നേലും. ഇനിയിപ്പോൾ ആ വെള്ളത്തിൽ വെച്ചിട്ട് നമുക്ക് അതിനെ നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ചക്കക്കുരു ഒക്കെ ഉലിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോയൊക്കെ ഞാൻ ഓരോന്നായിട്ട് ആ വെള്ളത്തിൽ നിന്ന് തന്നെ കഴുകിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല. നാട്ടിലാകുമ്പോൾ നമുക്ക് നല്ല രസമാണ് കേട്ടോ, ഒത്തിരി ആൾക്കാരും ഭയങ്കര രസമാണ്. നാട്ടിൽ വന്ന് തിരിച്ചു പോകാനൊരു മടി ആയിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ നാട്ടിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോയൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പലകത്തിയിലാണ് മുറിക്കുന്നത് കേട്ടോ. ഒത്തിരി നാളായി പലകത്തിയിലൊന്നും അങ്ങനെ മുറിക്കാറില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയാണ്. എന്നാൽ കോയൊക്കെ മുറിക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ, കാരണം സോഫ്റ്റ് അല്ലേ കോയൊക്ക, അത്രയൊന്നും പ്രശ്നമില്ല. പക്ഷേ ചക്കക്കുരു മുറിക്കുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ കോയൊക്കെയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഞാനിന്ന് കോയക്കയും ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കുന്നത് അടുപ്പിലാണ്. അടുപ്പിൽ ഉണ്ടാക്കാറേ ഇല്ലല്ലോ. അപ്പോൾ എനിക്കിവിടെ അടുപ്പ് കണ്ടപ്പോൾ എനിക്കൊരു ഒരാഗ്രഹം, അടുപ്പിലുണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ കോയക്കയൊക്കെ മുറിച്ച് മാറ്റി വെച്ചു. അതേപോലെ ഞാൻ ചക്കക്കുരും കൂടി ചെറുതായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് കോയക്ക കട്ട് ചെയ്തേ അതേപോലെ ഞാൻ ചക്കക്കുരും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് കുറച്ച് ഉറപ്പ് കൂടുതലാണ് കേട്ടോ, അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞു 2 കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ പതുക്കെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ, ഞാൻ തന്നെ ഫുള്ള് കട്ട് ചെയ്ത് എടുത്തു. അങ്ങനെ നമ്മളെ ചക്കക്കുരുവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു കട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകണം. കോയക്ക മുമ്പ് കഴുകിയാൽ മതി, അതിന് ശേഷം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അടുപ്പിൽ വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി ഇന്ന് അടുപ്പ് കണ്ടപ്പോൾ അതിനകത്തോട്ടൊന്ന് വെക്കാമെന്ന്. അങ്ങനെ തന്നെ അടുപ്പിലേക്ക് ആദ്യം ചട്ടിയിൽ ചക്കക്കുരു ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് തീ കത്തിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുക മണക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ പറയൽ കേട്ടോ, എന്തോ ഒരു മണം വരും, മോശമാണ്. അതുകൊണ്ട് നല്ലപോലെ തീ കത്തിച്ചിട്ട് വേണം അതിനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിലേക്ക് കോയക്ക കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ചക്കക്കുരും കോയക്കൊക്കെ ഇത്തിരി വേവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മാത്രമല്ല കേട്ടോ, വെളിച്ചനും കൂടി കഴിക്കണം. അപ്പോൾ അത് ഒത്തിരി വെന്തുടയണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി വേവുണ്ടെങ്കിൽ, അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഈ കോയക്കും ചക്കക്കുരും ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം മതി. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഞാൻ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ പകുതി വേവായപ്പോഴാണ് ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെന്ത ശേഷം അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ട ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ആറ്റി കിട്ടാനാണേ. ഇനി നമുക്ക് വെള്ളമൊക്കെ പകുതി ഒരു ഇനി ഇത്തിരി മാത്രമേ ഇതിൽ വെള്ളമുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തേങ്ങ വേവിച്ചെടുക്കാം. അടുപ്പിലായതുകൊണ്ട് ചെറുതായിട്ട് ചട്ടിയൊക്കെ നീങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ആ തേങ്ങ ചിരവിയ പാത്രത്തിൽ തന്നെ 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വാരുള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ വറ്റൽമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കായ്ച്ചിട്ട് നമ്മൾ കോയക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോയക്കയും ചക്കക്കുരും ഉപ്പേരി റെഡിയായി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.